സംസ്ഥാനത്ത് പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായി. ഒരു മാസത്തിനിടെ 46 പനിമരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എലിപ്പനി ബാധിച്ചും 28 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി MG പ്രതീഷ് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഒരു നല്ല ഞായറാഴ്ച താങ്കൾക്ക് നേരുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. ISKN സംസ്ഥാനത്ത് പനി ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിട്ടുള്ളത്. ഈ പനി ബാധിക്കുന്നതിനൊപ്പം ഈ പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. പ്രതിദിനം 9407 പേരാണ് പനി ബാധിച്ച ഇന്നലെ ചികിത്സ തേടിയത്. ഇതിനു പുറമെ ഈ കൂടുതൽ പേർക്കും ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും സ്ഥിരീകരിക്കുന്നു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു മാസത്തിനിടെ 46 പേർ പനി ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ഈ 46 പേരിൽ 28 മരണം എലിപ്പനി മൂലമെന്നതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡെങ്കിപ്പനി ബാധിച്ച 3 പേരും ഇൻഫ്ലുവൻസ ബാധിച്ച് 10 പേരും മരിച്ചുവെന്ന് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ അറിയിക്കുന്നുണ്ട്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പനി ബാധിതർ ഉള്ളത്. പ്രധാനപ്പെട്ട ഈ ജില്ലകളിലൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് ഇതിനോടകം ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത മസ്തിഷ്ക ജ്വര കേസുകളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം ഒരാൾ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന സാഹചര്യം കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ പനി ബാധിച്ച് മരിച്ച ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് ആരോഗ്യവകുപ്പ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ജാഗ്രത ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ മാസം 3 പേർക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നത് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. 14 കേസുകൾ മസ്തിഷ്ക ജ്വരമാണ് എന്ന് കൂടി ആരോഗ്യവകുപ്പ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലിനജലത്തിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്നതാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പ്. ഈ മലിനജലങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നതിലൂടെയാണ് ഈ രോഗാണു തലച്ചോറിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ആഗോളതലത്തിൽ 97% അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ മരണനിരക്ക്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളിലും പനി കേസുകളിലും വേണമെന്നതാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. താങ്ക് യു MG പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.